നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു ആപ്പാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവിന് അതിൻ്റേതായിട്ടുള്ള വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. അതായത് നമ്മുടെ ഈ ഫോണൊക്കെ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫോട്ടോസ്, വീഡിയോസ് അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഒരു തൽക്കാലത്തേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള ഒരു പെൻ ഡ്രൈവ് വേണമെങ്കിൽ മെമ്മറി കാർഡ് എന്നൊക്കെ പറയാം. അതുപോലെ ഒരു 15 GB സ്റ്റോറേജ് നമുക്ക് ഗൂഗിൾ തരുന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഈ ഒരു ഫോൺ ഫോർമാറ്റ് ചെയ്യണം, അപ്പോഴത്തേക്ക് എനിക്ക് ഒരു 10 GB അതിൽ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം എനിക്കത് തിരിച്ച് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് അറിയത്തില്ല, കാരണം നമ്മുടെ എല്ലാ ഫോണിലും ഉള്ള സാധനമാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഗൂഗിളിൻ്റെ ഡ്രൈവ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് അടിച്ചാൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, കാരണം കൂടുതൽ ഫെസിലിറ്റീസും സ്റ്റോറേജും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടാനായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെ അടിച്ചാൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഗൂഗിൾ ആപ്സിൽ തന്നെ അത് വന്ന് കിടക്കും. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലോട്ട് കയറുക. ഇപ്പോൾ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഞാൻ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2 വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് കാണിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോറേജ് എത്ര നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണും. ഇവിടെ നമുക്ക് 15 GB ഫ്രീ ആണ് അവർ തരുന്നത്. ഓക്കെ, ഇതാ നമ്മൾ എത്ര GB യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 15 GB അവർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. 100 GB വേണമെങ്കിൽ നമ്മളിതാ ഇവിടെ നമുക്ക് കാണാം ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 200 GB വേണമെങ്കിൽ നമുക്ക് 2400 രൂപ സംതിങ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വർഷമാണ്. അപ്പോൾ നമുക്കിവിടെ ഫ്രീ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 15 GB. ഓക്കെ, നിങ്ങളപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ ഞാനിപ്പോൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇൻ്റർഫേസ് ആണ്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ഏത് വീഡിയോയും ഫോട്ടോ ആണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും അവിടെ വരുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 15 GB വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ ഏത് വീഡിയോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഫോണൊക്കെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് നിമിഷ നേരം കൊണ്ട് തന്നെ അപ്ലോഡ് ആവുന്നതാണ്. നമ്മളിപ്പോൾ വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് അപ്ലോഡ് ആവുന്നതാണ്. ഓക്കെ, അത് അപ്ലോഡ് ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട്, അതായത് നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് ഡ്രൈവിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് അതിൽ കിട്ടുന്നതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ, ഞാൻ പറഞ്ഞ പോലെ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന ആൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം നമ്മുടെ ഒരു മെമ്മറി കാർഡോ പെൻ ഡ്രൈവോ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ ഈ ഒരു ലിങ്ക് അയക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വീഡിയോ വളരെ നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടും, പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൂഗിൾ ഒരു 15 GB സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പം നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലെ ഫോൺ ഫോർമാറ്റ് ചെയ്യാനായിരുന്നാലും ഒരു 15 GB നമുക്ക് ഒരു പെൻ ഡ്രൈവ് വാങ്ങണ പോലെയാണ്, ഫ്രീ ആയിട്ട് നമുക്ക് തരാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ കിഡിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.